ഹലോ ഗൈസ്, നമ്മളങ്ങനെ കാത്തിരുന്ന ഒരു മൊമെൻറ്റിലേക്ക് എത്തിച്ചേർന്നിരിക്കുകയാണ്. തായ്ലൻഡിൽ നമ്മൾ കാലുകുത്തി എയർപോർട്ടിൽ നിന്ന് ഇമിഗ്രേഷനിലേക്ക് കടക്കുന്ന ഒരു പ്രൊസീജിയറാണ്. ഇനി ഇമിഗ്രേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരെ തായ്ലൻഡിൻ്റെ അതിമനോഹരമായ റോഡുകളിലേക്ക് നമ്മൾ കാലുകുത്തും. അപ്പോൾ ആ ഒരു മൊമെൻറ്റിൽ വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ. ഇനിയൊരു വലിയൊരു യാത്രയാണ്. ഇമിഗ്രേഷൻ കൗണ്ടറിൽ എത്തിക്കഴിഞ്ഞ് അവിടെ ഒരു വലിയൊരു ക്യൂ ഉണ്ട്. അതും കടന്ന് വേണം ഇനി എത്താനായിട്ട്. നമുക്ക് എന്തായാലും വേറെ ഓപ്ഷനൊന്നുമില്ല. നമ്മളിനി ഇമിഗ്രേഷൻ്റെ ക്യൂവിൽ നിൽക്കുകയാണ്. ഇങ്ങനെ എന്തായാലും നമ്മൾ ഈ വർഷം തീരുമാനിച്ചൊരു ട്രിപ്പായിരുന്നു തായ്ലൻഡ് ട്രിപ്പ്. അങ്ങനെ തായ്ലൻഡ് ട്രിപ്പ് അതിമനോഹരമായി എത്തി. ഇവിടെ ജെറ്റ് സ്പ്രേ ഒന്നും ഇല്ല എന്നാണ് ആൽഫില കാണിച്ചത്. എന്തായാലും നമുക്ക് ക്യൂ കഴിഞ്ഞിട്ട് നമ്മുടെ പുറത്തേക്ക് എത്തിയിട്ട് വേണം ബാക്കി കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാനായിട്ട്. അപ്പം അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്യുകയാണ് ക്യൂവിന് വേണ്ടിയിട്ട്. അപ്പം നമ്മൾ എല്ലാം കഴിഞ്ഞ് പുറത്തേക്ക് എത്തിയിട്ടുള്ള എയർപോർട്ടിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിൽ ഇനി നമുക്ക് ബാഗൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വേറെ പരിപാടികളൊന്നുമില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആവണം, എന്നിട്ട് നേരെ നമ്മൾ പുറത്തേക്ക് പോകാനുള്ള പ്ലാനാണ്. അപ്പോൾ ഇതാണ് നമ്മൾ ബാഗേജ് ക്ലീൻ ചെയ്യുന്ന സ്ഥലം. നമുക്ക് പിന്നെ ബാഗൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് വേറെ കുഴപ്പങ്ങളൊന്നുമില്ല. നമ്മളിപ്പോൾ വെയിറ്റ് ചെയ്യണം എല്ലാവർക്കും ഫ്രഷ് ആവാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ ആൽഫിനും സ്റ്റെവിനും ജിതിനും എല്ലാവരും ഉണ്ട്. ജിതിൻ കുടിക്കുന്നത് നമ്മുടെ കൊച്ചി ഇൻ്റർനാഷണൽ എയർപോർട്ടിലെ ബാക്കി വെച്ച കുറച്ച് സാധനങ്ങളാണ് ജിതിൻ കുടിക്കുന്നത്. നമ്മളവിടെ നിന്ന് മറ്റേ ലോഞ്ചിൽ നിന്ന് എടുത്ത കുറച്ച് സാധനങ്ങൾ. അപ്പം അങ്ങനെ നമ്മൾ ഇവിടുത്തെ പരിപാടികൾ കഴിയാൻ വേണ്ടി ഇങ്ങനെ വെയിറ്റ് ചെയ്യണം. ഇനി വേണം പുറത്തിറങ്ങിയിട്ട് സിമ്മൊക്കെ എടുക്കാനായിട്ട്. അപ്പോൾ സിമ്മ് നമ്മൾ പുറത്തിറങ്ങിയിട്ട് എടുക്കാനാണ് ഇപ്പോൾ പ്ലാൻ ചെയ്യുന്നത്. അപ്പോൾ അതുവരേക്കും നമ്മളിങ്ങനെ ഒരു പരിപാടിയാണ് നമ്മൾ ആലോചിക്കുന്നത്. നമ്മുടെ തായ്ലൻഡ് ട്രിപ്പിൻ്റെ സ്റ്റാർട്ടിങ് ഭാഗങ്ങളിലേക്ക് നമ്മൾ കിടക്കുകയാണ്. നമ്മൾ പുറത്തേക്ക് ഇറങ്ങി നമ്മളിങ്ങനെ നടക്കുകയാണ്. ഇനി പുറത്തേക്ക് ഇറങ്ങിയിട്ട് വേണം നമുക്ക് സിമ്മും കാര്യങ്ങളൊക്കെ എടുക്കാൻ. എന്താണെങ്കിലും ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു ഇത്രയും ദിവസം നമ്മൾ ട്രിപ്പിന് വേണ്ടിയിട്ട് കാത്തിരുന്നിട്ട് തായ്ലൻഡ് നമ്മളെത്തി. അങ്ങനെ ഇത് കാണുന്നത് കുറച്ച് തായ്ലൻഡ് എയർപോർട്ടിലെ കുറച്ച് സംഭവങ്ങളാണ്. എന്താണെന്ന് പോലും എനിക്കറിയില്ല. അപ്പോൾ ഇനി നമ്മൾ എക്സിറ്റിലേക്ക് കിടക്കുകയാണ്. ഇത് കടന്നു കഴിഞ്ഞാൽ പിന്നെ ഇനിയൊരു തിരിച്ചു വരവില്ല. ഇനി നമ്മൾ 10 ദിവസം കഴിഞ്ഞിട്ടേ പോകത്തുള്ളൂ. അത് നമ്മൾ എക്സിറ്റിലേക്ക് കിടന്ന് പതുക്കെ നമ്മുടെ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഇതാണ് തായ്ലൻഡ് എയർപോർട്ടിൻ്റെ പുറം വശം. ഇത് ഇതിൻ്റെ അപ്പുറത്തോട്ട് കിടന്നിട്ട് വേണം നമുക്ക് സിം എടുക്കാനായിട്ട്. ഗൈസ്, നമ്മൾ പെട്ടു ഗൈസ്. നമുക്ക് വഴി അറിയാണ്ട് കഷ്ടപ്പെടുകയാണ് നമ്മൾ. ജൂലേ, എന്താണ് ഈ അവസരത്തിൽ പറയാനുള്ളത്? എന്താ ഞാൻ പറയട്ടെന്ന് എനിക്ക് അറിയില്ല. പെട്ടു ഗൈസ്, നമ്മൾ പെട്ടു. റൂമിലെത്തായിരുന്നേ മടുത്തു. നമ്മളിനി വൈകുന്നേരം റൂമിലെത്തുള്ളൂ. 2 മണിക്കൂറാണ് ക്യൂ. 2 മണിക്കൂർ 2 മണിക്കൂർ നിന്നോ? 2 മണിക്കൂർ നമ്മൾ നിന്നോ? 5 മണിക്കല്ലോ അമ്മേ. നമ്മൾ 2 മണിക്കൂർ നീണ്ട 2 മണിക്കൂർ ക്യൂവിൽ വന്നിട്ടാണ് നമ്മളിങ്ങനെ നടക്കുന്നത്. ഇവിടത്തേക്ക് ബസ്സിൻ്റെ നമ്പർ പ്ലേറ്റ് എന്താണോ തായ്ലൻഡിൽ നിന്ന് പറഞ്ഞാൽ. ഇതാണ് നമ്മുടെ തായ്ലൻഡിൻ്റെ എയർപോർട്ടിന് പുറത്തിറങ്ങിയിട്ടുള്ളൊരു ആകാശ ദൃശ്യം. ഇതിൻ്റെ അപ്പുറത്ത് കണ്ടാണ് നമുക്ക് സിമ്മൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മളതിൻ്റെ മുകളിൽ കയറിപ്പോൾ ജസ്റ്റ് ഒരു വീഡിയോ എടുത്തു എന്നുള്ളൂ. പിന്നെ ഇത് നടന്ന് അപ്പുറത്തെ താഴേക്ക് ഇറങ്ങിയിട്ട് വേണം. അപ്പുറത്തൊരു 7-Eleven ഉണ്ടെന്ന് തോന്നുന്നു. അവിടെ കയറിയിട്ടാണ് നമ്മൾ നമ്മുടെ സിം എടുക്കാനായിട്ട് പ്ലാൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ടാണ് നമുക്ക് ബാക്കി പരിപാടികൾ ഊബറൊക്കെ വിളിച്ചിട്ട് നമുക്ക് പോകാനുള്ളത്. വി ആർ ഇൻ ടു ദ 7-Eleven. നമ്മൾ 7-Elevenലെത്തി. എല്ലാവരും ആകാശപൂർവ്വം സിം എടുക്കാൻ വേണ്ടി നോക്കിയിരിക്കുന്ന കാഴ്ചയാണ്. നമ്മൾ ആദ്യം ആയിട്ടൊരു ക്യാബ് എടുത്തു. ഇവിടുത്തെ ഗ്രാബ് ആപ്ലിക്കേഷൻസ്, ബോൾട്ട്, അങ്ങനെ 2-3 ആപ്ലിക്കേഷൻസ് ഉണ്ട്. അപ്പോൾ നമ്മൾ ഗ്രാബ് വഴി ബുക്ക് ചെയ്ത് നമ്മൾ നേരെ സഫാരി വേൾഡിലേക്ക് പോകണം. അപ്പോൾ സഫാരി വേൾഡിൽ ചെന്നിട്ടാണ് ബാക്കി കാര്യങ്ങൾ. അവിടെ ചെന്നിട്ട് നമ്മൾ ഒരു വൈകുന്നേരം വരെ അവിടെ ആയിരിക്കും മിക്കവാറും. അപ്പോൾ ഇതാണ് നമ്മൾ സഫാരി വേൾഡിൽ ഇറങ്ങിയിട്ടുള്ള കുറച്ച് ദൃശ്യങ്ങൾ. അപ്പോൾ ഇവിടെയാണ് നമ്മൾ മെയിൻ പരിപാടികൾ ഇന്നത്തെ ദിവസം ഫുള്ള്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ചെന്നിട്ട് നൈറ്റ് ലൈഫ് ആ ഒരു സെറ്റപ്പ്. എന്തായാലും ഇവിടെ ചെക്ക് ഇൻ ടൈം 2 മണി ഉച്ചയ്ക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഫസ്റ്റ് ഇങ്ങടേക്ക് വന്നിട്ട് ദെൻ ബാക്കി നൈറ്റ് ലൈഫൊക്കെ എക്സ്പ്ലോർ ചെയ്ത് ചെക്ക് ഇൻ ചെയ്ത് പോകാൻ. നമ്മളങ്ങനെ ആനഷോ തപ്പി പോവാണ്. ആനഷോ ഉണ്ടെന്നാണ് മാപ്പിലേക്ക് ഇപ്പോൾ കണ്ടത്. അപ്പോൾ എന്തായാലും ഇനി ആനഷോ കണ്ടിട്ട് ബാക്കി കാര്യമുള്ളൂ. അപ്പോൾ എന്തായാലും ആനഷോ കാണാൻ വേണ്ടിയിട്ട് നമ്മളെല്ലാവരും നടന്ന് മൊമെൻറ്റിലേക്ക് എത്തുവാണ്. ഇനി നമുക്ക് ആനഷോ കണ്ടിട്ട് ബാക്കി കാര്യങ്ങളിലേക്ക് കിടക്കാം. ഗൈസ്, വെൽക്കം ടു ദ ആനഷോ.
അപ്പം നമ്മൾ എലിഫൻറ്റ് ഷോ കണ്ടിങ്ങനെ ആസ്വദിച്ചിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് ബാക്കി വീഡിയോസ് എല്ലാം ഇനി അടുത്ത എപ്പിസോഡ്സിലായിട്ട് നമ്മൾ പബ്ലിഷ് ചെയ്യും. അപ്പോൾ അതുവരെയും സ്റ്റേ ട്യൂൺഡ്. ബൈ ഗൈസ്.